കാസർഗോഡ് ഇരിയണ്ണി കുണിയേരിയിൽ കഴിഞ്ഞ ദിവസം ഒരു വളർത്തുനായയെ പുലി കടിച്ചുകൊണ്ടുപോകുന്ന ഭീകരമായ ദൃശ്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ്. ആ പ്രദേശത്താണ് ന്യൂസ് 14 ലൈവ് ഇന്ന് നിൽക്കുന്നത്. കാസർഗോഡ് കുണിയേരിയിൽ കഴിഞ്ഞ ദിവസമാണ് പ്രദേശവാസികളെ ആകെ ഭീതിയിലാക്കി വീട്ടുമുറ്റത്ത് നിന്നും വളർത്തുനായയെ പുലി പിടിച്ചു കൊണ്ടുപോയത്. CCTV ദൃശ്യങ്ങൾ തെളിവായതോടെ പുറത്തിറങ്ങുവാൻ പോലും ഭയപ്പെടുകയാണ് നാട്ടുകാർ. ഒരു വർഷം മുൻപ് ഇതേ വീട്ടിൽ നിന്നും വളർത്തുനായയെ വീടിന്റെ വരാന്തയിലെ ബെഞ്ചിനടിയിൽ നിന്നാണ് പുലി കടിച്ചു കൊണ്ടുപോയത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് അന്ന് പരാതിപ്പെട്ടപ്പോൾ പുലി കൊണ്ടുപോയതിന്റെ തെളിവുകൾ ഇല്ലെന്നായിരുന്നു പറഞ്ഞത്. അതോടെയാണ് വീട്ടുകാർ CCTV ഘടിപ്പിച്ചത്. എന്നാൽ ദൃശ്യങ്ങൾ തെളിവായതോടെ ജീവിതം തന്നെ വഴിമുട്ടിയ സ്ഥിതിയാണ്. കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് വേണം ടൗണിലെത്താൻ. കാൽനടയായി യാത്ര ചെയ്യുന്ന സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ള പ്രദേശമാണ് പുലിഭീതി നേരിടുന്നത് എന്ന് വീട്ടുടമസ്ഥയായ ഓമന പറഞ്ഞു. നമ്മളെ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ നായിനെ പുലി പിടിച്ചത്. അപ്പോൾ ഇതിനു മുമ്പിൽ പറഞ്ഞാൽ ഒരു വർഷം മുമ്പേ നമ്മളെ ഈ വെഞ്ചിൻ്റെ അടിയിൽ നിന്നാണ് ഇവിടുന്ന് ഒരു 9:30 മണിയാകുമ്പോൾ ഇവിടുന്ന് നായിനെ പിടിച്ചിട്ട് പുലി പോയത്. അതേപോലെ തന്നെ പിന്നെ 36 വർഷമായി ജോലി ചെയ്യുന്നത്. നമ്മൾ നടന്നു വരുന്ന വഴിയാണ് ഇതെല്ലാം. പിന്നെ വണ്ടിയിലെങ്കിൽ നടന്നു വരുന്ന വഴിയാണ്. ഭയങ്കര വിഷമമുണ്ട് നമുക്ക് ഇതിൽ വരുമ്പോൾ. ഏത് സമയത്തും നമ്മളെ പിടിക്കില്ലാന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇവിടെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്ന വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ വണ്ടി ഇല്ലാത്തവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടില്ല മാതിരിയുണ്ട്. എന്താ പറഞ്ഞാൽ ദിവസം ഇവിടുന്ന് അടുത്തേക്ക് നമുക്ക് 60, 70, 100 റുപ്യോളം ചാർജ് കൊടുക്കണം ഒരു റിക്ഷ ആക്കിയിട്ട് പോകുന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനൊക്കെത്തെല്ലാം വലിയ വിഷമമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ലതിടാം. വിഷയത്തിൽ തക്കതായ പരിഹാരമില്ലാത്ത പക്ഷം പ്രക്ഷോഭങ്ങളടക്കമുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് പ്രദേശവാസിയായ സുധാകരൻ പറഞ്ഞു. 1 വർഷത്തോളമായിട്ട് ഈ പുലി ഇവിടെ തന്നെ താമസം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ടൗൺ ഏരിയയിലേക്ക് എത്തണമെങ്കിൽ 2 കിലോമീറ്റർ വരെ സഞ്ചരിക്കേണ്ടതുണ്ട്. അത് നാട്ടിലിപ്പോൾ ഒരു 80% ആൾക്കാർക്കും വണ്ടിയിലെത്താറാണ്, നടന്നിട്ട് പോകേണ്ടതാണ്. അതുപോലെ സ്കൂൾ കുട്ടികൾ, ഇതൊക്കെ വലിയൊരു ഭീതിയിലാണ് ജനങ്ങളിപ്പോൾ ഇവിടെ താമസിക്കുന്നത്. ഒരുപാട് തവണയായി നമ്മൾ അധികൃതമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കും. പിന്നെ ഇവിടെ ഇതിനു മുമ്പ് തന്നെ ഒരു കൂടുതലെല്ലാം വെക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഒന്നും പ്രാവർത്തികമായിട്ടില്ല. ഇനി ഈ രീതിയിൽ എന്ത് തന്നെയാലും ഇതിനൊരു ശാശ്വതമായൊരു പരിഹാരം നമുക്കുണ്ടായേ പറ്റൂ. അല്ലെങ്കിൽ ജനങ്ങൾ കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. സംഭവത്തെ തുടർന്ന് ഫോറസ്റ്റ് അധികൃതർ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് വിദ്യാർത്ഥികളടങ്ങുന്ന ഒരുപറ്റം ജനങ്ങൾ കാൽനടയായി ഇവിടെ നഗരത്തിലെത്തുന്നുള്ളത്. CCTV ദൃശ്യങ്ങളടക്കം തെളിവായി വന്നതോടെ നാട്ടിലെ ജനങ്ങളാകെ ഭീതിയിലാണ്. ഇതിന് ശാശ്വതമായൊരു പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. മനീഷാമി, ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.